നമുക്ക് താങ്ങാൻ കഴിയാത്ത ചില വിയോഗങ്ങൾ, മരണങ്ങൾ പലപ്പോഴും വല്ലാതെ വേദനപ്പെടുത്താറുണ്ട്. ഒരിക്കലും നമ്മുടെ മനസ്സുകൊണ്ട് അതൊന്നും ഉൾക്കൊള്ളാൻ കഴിയാറില്ല. കഴിഞ്ഞ ദിവസം ഒരു 9 വയസ്സുകാരൻ റിമോട്ട് കൺട്രോൾഡ് ആയിട്ടുള്ള ഒരു ഗേറ്റിനകത്ത് പെട്ട് വളരെ ദാരുണമായി മരണപ്പെടുകയുണ്ടായി. ആ 9 വയസ്സുള്ള ആ പൊന്നുമോൻ്റെ വലിയുമ്മ ഈ ഒരു വാർത്ത കേട്ട് അതുമായി ബന്ധപ്പെട്ട് ദേഹാസ്വാസ്ഥ്യം മൂലം മരണപ്പെട്ട വാർത്തയും പിന്നീട് നാം അറിഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കുടുംബത്തിന് വലിയ ക്ഷമ നൽകട്ടെ, സമ്പൂർണ്ണ ക്ഷമ നൽകട്ടെ. മാതാപിതാക്കൾക്ക് അല്ലാഹു വലിയ ഹിമ്മത്ത് നൽകട്ടെ. പകരം അല്ലാഹു ഖൈറിനെ നൽകി സന്തോഷിപ്പിക്കട്ടെ. നമുക്ക് ദുആ ചെയ്യാം. ഈ ഒരു സന്ദർഭത്തിൽ അടിക്കടെ അപകട വാർത്തകളും മറ്റൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കുറച്ചു മുമ്പ് ഒരു ഓട്ടോറിക്ഷ അപകടത്തിൽപ്പെട്ട് അഡ്മിഷനും മറ്റൊക്കെ വേണ്ടി പോകുന്ന മക്കളുമായിട്ടൊക്കെ പോകുന്ന സമയത്ത് അപകടത്തിൽപ്പെട്ട് മരണപ്പെട്ട വാർത്തയും നമ്മൾ അറിഞ്ഞു. ഇങ്ങനെ പെട്ടെന്ന് സംഭവിക്കുന്ന അടിക്കിടെ വരുന്ന ഇത്തരം വിയോഗങ്ങളും മരണങ്ങളും അപകടങ്ങളൊക്കെ ഒരു മനുഷ്യന് അല്ലെങ്കിൽ ആ കുടുംബത്തിന്, അവരുമായി വേണ്ടപ്പെട്ട് ചേർന്ന് കിടക്കുന്ന ബന്ധുക്കൾക്ക് അതൊന്നും ഉൾക്കൊള്ളാൻ തന്നെ കഴിയൂല. ഉറക്കമില്ലാത്ത രാത്രികള്, ഭക്ഷണം കഴിക്കാത്ത ദിനരാത്രങ്ങള്, അങ്ങനെയായിരിക്കും അവരുടെ കുടുംബമൊക്കെ കടന്നു പോകുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം അപകടങ്ങളെ തൊട്ട് നമ്മയൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇന്നത്തെ വീഡിയോയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വലിയ ഹിഫ്ള് നൽകാൻ, ഇത്തരം അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ, അപകടങ്ങൾ സംഭവിക്കാതിരിക്കാൻ അല്ലാഹുവിൽ പരമേൽപ്പിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. ഏതു കാര്യങ്ങൾക്ക് ഇറങ്ങുമ്പോഴും പടച്ച റബ്ബിനെ ഏൽപ്പിച്ച് അല്ലാഹുവിൻ്റെ ആ ഒരു റിമ്മത്തിലായി നമുക്ക് ഇറങ്ങാൻ സാധിക്കണം. അതിനുവേണ്ടി നമ്മൾ പകർത്തേണ്ട ചില ആയത്തുകളും ചില ദിക്റുകളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഇത് നിങ്ങൾ പൂർണ്ണമായി നിങ്ങളുടെ ജീവിതത്തിൽ പകർത്താൻ വേണ്ടി ശ്രമിക്കണം ഇൻഷാ അല്ലാഹ്. വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് നമ്മൾ നേരിട്ട് കാണാൻ ഒരു പക്ഷേ ഈ ചൊവ്വാഴ്ച ലീവായിരിക്കും. അപ്പോൾ അടുത്ത ചൊവ്വാഴ്ച ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഈ ഞായറാഴ്ച ലീവാണെങ്കിൽ ചിലപ്പോൾ ഫോൺ വിളിച്ചാൽ കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ഈ ചൊവ്വാഴ്ച ഉണ്ടോ ഇല്ലയെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാമിൻ്റെ സ്റ്റോറി നോക്കിയാൽ മതി. ശനിയാഴ്ചയോ മറ്റൊക്കെ ആയിട്ട് നമ്മളത് എപ്പോഴാണോ അതിന് ഞായറാഴ്ചയോ ഒക്കെ ആയിട്ട് നമ്മളത് അപ്ഡേറ്റ് ചെയ്യാൻ സമയത്ത് നോക്കിയാൽ മതി, മനസ്സിലാക്കാൻ പറ്റും ഇൻഷാ അല്ലാഹ്. അടുത്ത ചൊവ്വാഴ്ച എന്തായാലും ഉണ്ടാവും എന്നറിയിക്കണം. അപ്പോൾ ആ സമയത്തേക്ക് ബുക്കിംഗ് എടുത്ത് മാത്രമേ വരാവൂ എന്ന് ഓർമ്മപ്പെടുത്തണം. അപ്പോൾ ഇത്തരം അപകടങ്ങൾ നമ്മൾ പൊന്നുപോലെ നോക്കുന്ന, കൈ വളരുന്നുണ്ടോ കാല് വളരുന്നുണ്ടോ എന്ന് നോക്കി വളർത്തുന്ന നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ, ആ മക്കള് നമ്മുടെ പൂമ്പാറ്റ മക്കള്, അവരെ കാണുമ്പോൾ നമുക്ക് സന്തോഷമാണ്. കൗതുകം നിറഞ്ഞ അവരുടെ വികൃതികള്, കുസൃതികള് ഇതൊക്കെ കണ്ട് ആസ്വദിക്കുന്നവരാണ് നമ്മൾ പലപ്പോഴും. നമ്മൾ രാവിലെ കൂടുതൽ സമയം ഇപ്പോൾ വെക്കേഷനൊക്കെ കഴിഞ്ഞ് സ്കൂളൊക്കെ ഓപ്പൺ ആക്കിയതുകൊണ്ട് കൂടുതൽ സമയം നമ്മുടെ മക്കളൊന്നും നമ്മുടെ കൂടെ ഉണ്ടാകില്ല. അവര് പബ്ലിക് വാഹനങ്ങളിലോ അല്ലെങ്കിൽ അവർ പ്രൈവറ്റ് വാഹനങ്ങളിലോ ഒക്കെ സ്കൂളിലേക്ക് രാവിലെ പോയി കഴിഞ്ഞാൽ വൈകുന്നേരം അവർ. അതിനിടക്ക് നമ്മളെ മക്കളെ നമ്മൾ നോക്കുന്നത് പോലെ ആരെങ്കിലും നോക്കും? നമ്മൾ കെയർ ചെയ്യുന്നത് പോലെ ആരെങ്കിലും കെയർ ചെയ്യുന്നവരുണ്ടായേക്കാം. നോർമലി അങ്ങനെ സ്വാഭാവികമായിട്ട് നമ്മൾ നോക്കുമ്പോൾ അത് കുറച്ച് ടാസ്ക്കാണ് ആവശ്യം. അതുകൊണ്ട് തന്നെ നമുക്കതിലൊക്കെ ചെയ്യാൻ പറ്റുന്നത് അള്ളാഹുവിൽ ഏൽപ്പിക്കുക എന്നുള്ളതാണ്. അള്ളാഹുവിൽ ഏൽപ്പിച്ച് പറഞ്ഞയക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ മൊത്തം കൊടുത്ത് സലാം പറഞ്ഞ് നമ്മുടെ മക്കളെ പറഞ്ഞയച്ച് നമ്മുടെ ആ മക്കൾ ചേതനയേറ്റ ശരീരവുമായി വീട്ടിലേക്ക് കയറി വരുമ്പോഴുള്ള ആ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കൂ. ഏതു മാതാപിതാക്കൾക്കാണ് അത് സഹിക്കാൻ കഴിയാം? അതുകൊണ്ട് അത്തരം അപകടങ്ങളിൽ നിന്ന് രക്ഷ ലഭിക്കണം. നമുക്ക് ഒരപകടങ്ങളിലും പെടരുത്. പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാവൽ ലഭിക്കണം. അതാരാണെങ്കിലും, നമ്മുടെ മക്കളാണെങ്കിലും നമ്മുടെ മാതാപിതാക്കളാണെങ്കിലും നമ്മുടെ സിബ്ലിങ്സ് ആണെങ്കിലും ആരാണെങ്കിലും ഒരു അപകടങ്ങളിലും പെടരുത്. അതിനു വേണ്ടിയിട്ട് ദിക്ർ അത് വലിയ ഫലമുള്ളതാണ്. അത്ഭുത ഫലങ്ങളുള്ള ദിക്റുകളുണ്ട്. ദിക്റുകൾക്ക് തടുക്കാൻ കഴിയാത്ത ഒന്നുമില്ല. ഞാൻ അതിനെക്കുറിച്ചൊക്കെ മുമ്പ് എത്രയോ വീഡിയോസുകളിൽ പറഞ്ഞതാണ്. വലിയ വലിയ ദിക്റുകളെ കീഴ്പ്പെടുത്തിയെടുത്ത് അത് ചൊല്ലിയിട്ട് അതുകൊണ്ട് കാര്യങ്ങൾ നേടിയെടുക്കുന്ന, അതുകൊണ്ട് രക്ഷ നേടിയെടുക്കുന്ന, അതുകൊണ്ട് അത്ഭുതങ്ങൾ സംഭവിക്കുന്ന എത്രയോ കാര്യങ്ങൾ നമുക്കറിയാം. അപ്പോൾ നമ്മുടെ മക്കളൊന്നും ഒരു അപകടത്തിലും പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ഇൻഷാ അല്ലാഹ് മാതാപിതാക്കളാകുന്ന നാം ഇനി നമ്മൾ സ്വന്തമായിട്ട് ഇറങ്ങുകയാണെങ്കിലും എങ്ങനെയാണെങ്കിലും ഒരു അപകടത്തിൽ, ഇപ്പോൾ നമ്മുടെ റോഡിലൊക്കെ എത്ര വാഹനങ്ങളാണെന്നറിയോ?
വാഹനങ്ങളുടെ ആധിക്യം കാരണം ഭയങ്കര ബ്ലോക്കൊക്കെ അനുഭവപ്പെടുന്ന സമയം കൂടാ. ഇപ്പം ഈ സമയത്തൊക്കെ, ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ വല്ലാതെ വികസിച്ച് നിൽക്കുന്നൊരു സമയമാണ്. വികസനം നല്ലോണം ലഭിച്ചൊരു സന്ദർഭം കൂടെയാണ്. അപ്പോൾ റോഡ് വളരെ സ്മൂത്താണ്. ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ അപകടങ്ങളൊക്കെ ഉണ്ടെങ്കിലും പൊതുവിൽ റോഡ് ഭയങ്കര സ്മൂത്താണ്. അത് വാഹനങ്ങളും തന്നെ നല്ല സൗകര്യമുള്ള വാഹനങ്ങളാണ്. പെട്ടെന്ന് സ്പീഡിൽ പോകാൻ പറ്റുന്ന വാഹനങ്ങളാണ്. ഒരുപാട് ആളുകൾക്ക് എല്ലാവർക്കും വാഹനങ്ങളുമായി. ഏതു വീട്ടിലും ബൈക്കോ കാറോ ഇല്ലാത്ത വീടുകളില്ലാതെയായിപ്പോയി. അപ്പോൾ വീടുകളിൽ വാഹനങ്ങൾ അധികരിച്ചു, ആളുകൾക്ക് തിരക്ക് കൂടുതലായി. അപ്പോൾ ഒരു നോട്ടവും ഇല്ലാതെ ഒരു മിനിറ്റ് ലാഭിക്കാൻ വേണ്ടി ഉള്ള ഈ പാച്ചിലിനിടയിൽ ആർക്കെന്തെല്ലാം അപകടങ്ങൾ സംഭവിക്കുന്നു എന്ന് പറയാൻ പറ്റും. നന്നായി കെയർ ചെയ്ത് ഒരു അപകടം സംഭവിക്കാതിരിക്കാൻ വേണ്ടി സൈഡിലൂടെ സാവധാനത്തിൽ 40 സ്പീഡിലൊക്കെ വണ്ടി ഓടിച്ചു പോകുന്ന വളരെ പാവപ്പെട്ട നിരപരാധിയായ ആളുകൾക്ക് ഒരു അപകടങ്ങൾ സംഭവിക്കുന്നു മറ്റുള്ളവരുടെ കാരണം കൊണ്ട്. മദ്യപിച്ചു വരുന്ന ആരൊക്കെ ഏതൊക്കെ മൈൻഡോട് കൂടെയാണ് വണ്ടി ഓടിക്കുന്നത് നമുക്ക് പറയാൻ പറ്റുമോ? ഏതെല്ലാം മൂഡിലാണ് അവർ വരുന്നതെന്ന് പറയാൻ പറ്റുമോ? ഒരു പക്ഷേ വീട്ടില് പ്രശ്നം ഉണ്ടാക്കിയിട്ട് ആ ഒരു ദേഷ്യത്തോടു കൂടി ഇറങ്ങി വരുന്ന ഡ്രൈവേഴ്സ് ഉണ്ടാവും. വീട്ടില് പരക്കാരോട് പ്രശ്നം ഉണ്ടാക്കിയിട്ട് അപ്പൊ ആ പ്രഷറിൽ വരുന്നവരുണ്ടാവും. ആ മെന്റാലിറ്റിയിലൂടെയാണ് അവർ വണ്ടി ഓടിക്കുന്നത്. അപ്പോൾ അവിടെ എന്താ സംഭവിക്കാന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അതേപോലെ തന്നെ അല്ലെങ്കിൽ മദ്യപിച്ചിട്ട് ലെക്ക് കെട്ട് വരുന്നവരുണ്ടാവും. എത്ര ആളുകൾ അങ്ങനെ മരണപ്പെട്ടു പോയി. പാവപ്പെട്ട സാധുക്കള് മദ്യപിച്ച് ലെക്ക് കെട്ട് വന്ന ചില കുടിയന്മാരുടെ കാരണം കൊണ്ട്. അങ്ങനെ പല മെന്റാലിറ്റിയോട് കൂടി വണ്ടി ഓടിക്കണം. അപ്പൊ നമ്മൾ മാത്രം ശ്രദ്ധിച്ചാൽ പോരാ എന്നർത്ഥം. ആരും കൂടെ ശ്രദ്ധിക്കണം. ആ മറ്റുള്ളവരും കൂടെ ശ്രദ്ധിച്ചാലാണ് അപകടങ്ങൾ. നമ്മൾ നമ്മുടെ സൈഡിൽ തന്നെ, റോങ് സൈഡല്ല, നമ്മുടെ ഓൺ സൈഡിലൂടെ വണ്ടി ഓടിച്ചു പോവാണ്. കൃത്യമായ റൂൾസ്, റോഡിന്റെ നിയമങ്ങളൊക്കെ പാലിച്ച് വണ്ടി ഓടിച്ചു പോകണമെങ്കിലും അപ്പുറത്തുള്ളവനെ ഒരു നിമിഷം അവന്റെ കണ്ണൊന്ന് പാളിയാൽ മതി. അന്യ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ യാത്ര ചെയ്ത് വരുന്ന ഈ ചരക്ക് കൊണ്ടൊക്കെ വരുന്ന വലിയ വലിയ വാഹനങ്ങളുണ്ടാവും. അത്തരം വാഹനങ്ങളിലുള്ള ഡ്രൈവേഴ്സൊക്കെ ഒരു പക്ഷേ ഉറക്കിന്റെ ക്ഷീണം അതൊക്കെ ഉണ്ടാവും അവരിൽ. അപ്പോൾ ഒരു നിമിഷം കണ്ണുപാളിയാൽ മതി. ഒരു നിമിഷം, ആ ഒരൊറ്റ നിമിഷം കൊണ്ട് ഒരു ടേണിങ് ഒന്നിങ്ങ് തിരിഞ്ഞ് നമ്മുടെ വാഹനത്തിലേക്ക് എത്തിയാൽ നമ്മൾ അപകടത്തിൽ പെട്ടുപോയി. അപ്പൊ ഇതിനൊക്കെ ഏറ്റവും നല്ലൊരു മാർഗം എന്നുള്ളത് അള്ളാഹുവിൽ ഏൽപ്പിക്കുക എന്നുള്ളതാണ്. അള്ളാഹുവിൽ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അള്ളാഹു അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് നമ്മെ കൃത്യമായിട്ട് ഒരു ഹിഫ്ളിൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. അള്ളാഹു നമ്മെ ഒരു അപകടങ്ങളിലും പെടുത്താതിരിക്കട്ടെ. ഇൻഷാ അല്ലാഹ് അത്തരം അപകടങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ടുള്ള വളരെ പവർഫുൾ ആയിട്ടുള്ള ചില അദ്കാറുകളും ദിക്റുകളാണ് പറഞ്ഞു തരുന്നത്. ഇൻഷാ അല്ലാഹ് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, വീട്ടിൽ നിന്ന് നമ്മൾ ഇറങ്ങുന്ന സമയത്ത് ചൊല്ലേണ്ട പ്രധാനപ്പെട്ട ദിക്റുകൾ ചൊല്ലാം. ഇൻഷാ അല്ലാഹ് ചൊല്ലിക്കഴിഞ്ഞതിൻ്റെ ശേഷം വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ആയത്തുൽ കുർസി ഓതുക. ആയത്തുൽ കുർസി, അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനത്തുൻ വലാ നൗം ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم. ആയത്തുൽ കുർസി ഓതിയിട്ട് ഇറങ്ങാം. ഓതിയതിന് ശേഷം യാ ഹഫീളു യാ അല്ലാഹ്, യാ ഹഫീളു യാ അല്ലാഹ്, യാ ഹഫീളു യാ അല്ലാഹ് മിനിമം ചുരുങ്ങിയത് 3 തവണയെങ്കിലും അത് ചൊല്ലുക. അപ്പോൾ ഒരു ആയത്തുൽ കുർസി ഓതുക. എന്നിട്ട് ചുരുങ്ങിയത് 3 തവണയെങ്കിലും അത് ചൊല്ലുക. ഇത് ചൊല്ലിയിട്ട് സൂറത്തുൽ ഖദ്ർ പാരായണം ചെയ്യാം. ഇനി വാഹനങ്ങളിലേക്കാണ് കയറുന്നതെന്നുണ്ടെങ്കിൽ വാഹനങ്ങളിൽ കയറുമ്പോൾ ചൊല്ലേണ്ട ദിക്റുണ്ട്. നമുക്കൊക്കെ അറിയാം, സുബ്ഹാനല്ലദീ സഖറ ലനാ എന്ന് തുടങ്ങുന്ന ആ ഒരു ദിക്ർ. ആ ഒരു ദിക്ർ ചൊല്ലിയിട്ട് നമ്മൾ ഈ പറയുന്ന രൂപത്തിൽ ആയത്തുൽ കുർസി, അതേപോലെ യാ ഹഫീളു യാ അല്ലാഹ് എന്നുള്ളത്, സൂറത്തുൽ ഖദ്ർ, ഇതൊക്കെ പാരായണം ചെയ്യാം. അതേപോലെ തന്നെ നമ്മുടെ മക്കളെ നമ്മൾ സ്കൂളിലേക്ക് പറഞ്ഞയക്കണം, മദ്രസയിലേക്ക് പറഞ്ഞയക്കുന്ന സമയത്ത് ഓതാൻ അറിയുന്ന കുട്ടികളാണെങ്കിൽ നമ്മുടെ മുമ്പിൽ വെച്ച് തന്നെ അവരെ കൊണ്ട് ഒരു ആയത്തുൽ കുർസി ഓതിയിട്ട് ഇറങ്ങിക്കോന്ന് പറഞ്ഞ് ഇറക്കിയാൽ എന്താ കുഴപ്പമുണ്ടോ? അങ്ങനെ ഇറക്കുക. ഒരു ആയത്തുൽ കുർസി ഓതിയിട്ട് യാ ഹഫീളു യാ അല്ലാഹ് എന്ന് 3 തവണ പറയാൻ വേണ്ടി പറയാം. മക്കളെ കൈ പിടിച്ച് സലാം പറയാം. അത് വളരെ പ്രധാനം. മുസാഫഹത്ത്, കൈ പിടിച്ച് സലാം പറയാം മക്കളുടെ.
അപ്പോൾ അതിലൂടെ സൈക്കോളജിക്കലി ആ ഒരു സ്നേഹം ഊട്ടിയുറപ്പിക്കാനും കൂടെ കാരണമാകുന്നത്. അങ്ങനെ കൈ പിടിച്ച് സലാം പറഞ്ഞയക്കാം. അത് എന്താ മോൻക്ക് ഉമ്മ സലാം പറയുകയാണെങ്കിലും മോൻ ഉമ്മാക്ക് സലാം പറയുകയാണെങ്കിലും ഉമ്മാൻ്റെ ഭാഗത്ത് നിന്ന് അതിന് ഒരു പോസിറ്റീവ് എനർജിയോടുകൂടെ, അല്ലെങ്കിൽ ഉപ്പായുടെ ഭാഗത്ത് അതിന് പോസിറ്റീവ് എനർജിയോടുകൂടെ ആയിരിക്കണം അതിൻ്റെ റീപ്ലൈ ഉണ്ടായിരിക്കേണ്ടത്. അതപ്പോൾ അവർക്കൊരു ഇൻസ്പിറേഷനാകും, പ്രചോദനമാകും. അങ്ങനെ ഇറങ്ങിയിട്ട് അള്ളാഹുവിലെ ഭരമേൽപ്പിച്ച് മക്കളെ പറഞ്ഞേക്കുക. അള്ളാഹുവെ, എൻ്റെ മക്കള് സ്കൂളിലേക്ക് പോകും, ഒരപകടത്തിലും നീ പെടുത്തല്ല അല്ലാഹ്. ദുആ തട്ടി മാറ്റാൻ കഴിയാത്ത എന്തെങ്കിലും ഉണ്ടോ ദുനിയാവില്? അദ്ദുആ സിലാഹുൽ മുഅ്മിൻ, മുഅ്മിനിന്റെ ആയുധമാണ്, വജ്രായുധമാണ് ദുആ. അതുകൊണ്ട് ദുആ ചെയ്യ റബ്ബിനോട്. അങ്ങനെ ഏൽപ്പിച്ച് ഇറക്കുക, അള്ളാഹു ഏറ്റെടുത്തോളും, ഒന്നിലും പെടൂല. ഇതെൻ്റെ പ്രിയമുള്ള രക്ഷിതാക്കൾ, മാതാപിതാക്കൾ എല്ലാവരും ഇത് ജീവിതത്തിൽ പകർത്തുക. മക്കൾക്കിത് പ്രാക്ടീസ് ചെയ്ത് കൊടുക്കുക, അവരിത് ചെയ്യുക. അവർ വരുമ്പോൾ സലാം പറയുന്ന സംവിധാനം ഉണ്ടാകുക, നമ്മുടെ കൈ പിടിച്ച് സലാം പറയുന്ന രൂപത്തിലേക്ക് എത്തിക്കുക, ഒരു ചിട്ടയിൽ വളർത്തുക, ഒരു ഇസ്ലാമിക അന്തരീക്ഷം, ഇസ്ലാമിക് സ്പിരിച്വൽ അറ്റ്മോസ്ഫിയർ നമ്മുടെ വീടിൻ്റെ അകത്തളങ്ങളിൽ സൃഷ്ടിക്കപ്പെടുക. അതൊക്കെ വലിയ നേട്ടങ്ങൾ ലഭിക്കാൻ കാരണമാകും. അള്ളാഹു നമ്മൾക്ക് വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ ഇൻഷാ അല്ലാഹ്. എല്ലാവരും പ്രത്യേകം ദുആ ചെയ്യണം. ഒരാവർത്തി കൂടെ ഓർമ്മപ്പെടുത്തുന്നത്, നമ്മൾ നേരിട്ട് കാണാനുള്ള ഡേറ്റ് എന്ന് പറയുന്നത് ഈ ചൊവ്വാഴ്ച ചിലപ്പോൾ ഉണ്ടാവുള്ളൂ, അടുത്ത ചൊവ്വാഴ്ചയായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നോക്കിയിട്ട് ഉണ്ടോയെന്ന് നോക്കിയിട്ട് മാത്രം കോൾ ചെയ്യാമെന്ന് അറിയിക്കണം ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സലാമത്ത് നൽകട്ടെ. എല്ലാവരും പ്രത്യേകം ദുആ ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.